40-40 വർഷമായി ഞാൻ ഈ സിനിമാ ഫീൽഡിലൊക്കെ പ്രവർത്തിക്കാനും കാണാനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഇങ്ങനൊരു പടത്തിന് വേണ്ടി ഇത്ര പ്രത്യാശയോട് പ്രതീക്ഷയോട് കാത്തിരുന്ന് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു പടം ഇതുവരെ ഉണ്ടായിട്ടുണ്ട്, മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ഇതിലെ പ്രൊഡ്യൂസർ നമ്മുടെ ആന്റണിയെ ഞാൻ അനുമോദിക്കുകയാണ്. കാരണം അവസാന ഘട്ടത്തിൽ ഞാൻ ഈ പടം എടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽക്കേ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഓരോ നിമിഷത്തിലും ഈ പടം എങ്ങനെ എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അറിയാതെ ഒരു സ്നേഹം, ഒരു പ്രേമം അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രേമം സാക്ഷാത്കരിച്ചത് അവസാനത്തെ 10 ദിവസം മുമ്പെയാണ്. അപ്പൊ അത് ഒരു മാറ്റം തരാം. ഇത് ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മോഹൻലാൽ, നമ്മുടെ പൃഥ്വിരാജ്. കാരണം ഇന്ന് ലോകത്തിലെല്ലാ മലയാളികളും ആരാധിക്കുന്ന, സ്നേഹത്തോടെ ആരാധിക്കുന്ന, ആത്മാർത്ഥമായി ആരാധിക്കുന്ന ഒരു നായകനാണ് നമ്മുടെ മോഹൻലാൽ. ഏത് വിഷയത്തിൽ ഏത് ആയാലും സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കലാപരമായി ഇങ്ങനെയുള്ള ഓൾ ഇൻ ഓൾ ഏത് വേഷത്തിലായാലും അഭിനയിച്ച് ഏറ്റവും നല്ല കയ്യടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ആ ആരാധനയാണ് ഈ പടം ഞാൻ അവസാന മൊമെന്റിൽ എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് പൃഥ്വിരാജിന്റെ ഫാമിലി ഞാൻ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ വളരെ സ്നേഹത്തിലുള്ളായിരുന്നു. അവരൊരു കുടുംബം തന്നെ ഒരു കലാകുടുംബമാണ്. അപ്പൊ ആ കുടുംബം ഇതിൽ ഡയറക്ട് ചെയ്ത പൃഥ്വിരാജ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ. രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവരെ ഇതിനു വേണ്ടി മാത്രം ചിന്തിച്ചും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതിനുവേണ്ടി അതുകൊണ്ടാണ് ഈ പടം ഈ രീതിയിലായത്. അവസാന ഘട്ടം ഞാൻ ചോദിച്ചു, പൃഥ്വിരാജ് ഞാൻ പടം എടുക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? 100% സക്സസ്. അതാണ് അയാളെ കോൺഫിഡൻസ് ആണ്. സാധാരണ ഒരു ഡയറക്ടർ അങ്ങനെ പറയാറ്, പക്ഷെ അതും പറഞ്ഞു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ സിനിമയിൽ ഞാൻ സിനിമാ ലോകത്തിൽ വന്നത് എന്ന പ്രധാനപ്പെട്ട കാരണം അതിനൊരു ഒരു ഫാഷൻ തന്നെയായിരുന്നു. പക്ഷെ ഈ പടത്തിൽ മാത്രമല്ല, എന്റെ പടത്തിൽ എല്ലാം തന്നെ ഒരു വിജയത്തിന്റെ കാരണം എന്റെ ബാക്കിൽ ഒരാൾ കൃഷ്ണമൂർത്തി. കാരണം ഇപ്പൊ ഇവിടെ നമ്മളുടെ ഗ്രൂപ്പുകൾ എല്ലാവർക്കും കൃഷ്ണമൂർത്തിയെ പറ്റി അറിയാം. കാരണം ആന്റണിയെ കൂടുതൽ ആ വിഷമങ്ങളുടെ സമയങ്ങളിൽ സഹായിച്ച, അദ്ദേഹത്തെ എല്ലാ കാര്യത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് കൃഷ്ണമൂർത്തി. അതിന് ഞാൻ ഈ പടത്തിന്റെ ഒരു വിജയത്തിൽ ഞാൻ ഇൻക്ലൂഡ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. പിന്നെ മഞ്ജു വാര്യർ, പിന്നെ നമ്മുടെ ടൊവിനോ, ഇന്ദ്രജിത്ത് ഞങ്ങളെ പല പടത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് വളരെ അതിന്റെ ബാക്കിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നവര് വളരെ നല്ല അധ്വാനിച്ചിട്ട് നല്ലൊരു പടമാണ് ഇത്. ഇന്ത്യൻ സിനിമയിലെ, അതായത് മലയാളത്തിലെ ആദ്യ ഐമാക്സ് വാങ്ങിച്ച ഒരു സിനിമ എന്ന രീതിയിലും ഇത്രയും ജനങ്ങൾ ഇന്ന് ലോകത്തിലെ എല്ലാ മലയാളികൾ മുഴുവനും കാത്തിരിക്കുന്ന ഒരു പടം. ഇത് പ്രത്യേകമായിട്ട് പറയാനല്ല, ഇത് യഥാർത്ഥത്തിൽ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, അതാണ് കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ ഏറ്റവും വിജയകരമായി നടക്കട്ടെ. ഇത് മലയാളികളുടെ ഒരു അഭിമാനമായി മാറും, ലോകത്തിലെ ഏറ്റവും മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സിനിമയായി മാറും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. താങ്ക് യു സോ മച്ച് സർ. മലയാളികൾക്ക് ഓൾറെഡി അഭിമാനമായി മാറിക്കഴിഞ്ഞു, ഇനി മാറേണ്ടതില്ല. വി ആർ ഓൾറെഡി വെരി പ്രൗഡ്. സാറിന്റെ ആശംസകൾക്കും നന്ദി. ആൻഡ് ഗോപാലൻ സാറിന്റെ ഒരു അഷുറൻസ് കൂടെ നമുക്ക് കിട്ടിയിരിക്കാനല്ലോ, 100% സക്സസ് ആയിരിക്കും എന്നുകൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഐശ്വര്യപൂർവ്വം ഞാൻ മൈക്ക് ആന്റണി സാറിനാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് ഫോർ 25 ഗ്ലോറിയസ് ഇയേഴ്സ് ഓഫ് ആശീർവാദ് സിനിമാസ്. രാജോട്ടൻ എന്തോ പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. സോ ആന്റണി സർ, എന്താണ് ഈ ഒരു മൊമെന്റിൽ എല്ലാവരോടും പറയാനുള്ളത്? അതിയായ സന്തോഷം. എമ്പുരാൻ എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുന്നു എന്നുള്ളത് എത്രയോ ദിവസങ്ങൾ മുൻപ് ചിന്തിക്കുകയും ഒരുപാട് വർഷം മുൻപ്, അതായത് ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയം മുതൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ.
അപ്പോ ഈ ഇങ്ങനെ ഒരു സിനിമ ശരിക്കും സിനിമ നിർമ്മിക്കുന്ന കാലം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു. മോഹൻലാൽ സാറ് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് മോഹിച്ച് അതുപോലൊരു സിനിമ ജീവിതത്തിൽ നിർമ്മിക്കാൻ സാധിക്കണമേ, അങ്ങനെ ഒരു അസോസിയേഷൻ ഏതെങ്കിലും കാലത്ത് സാധിക്കണമേ എന്ന് സ്വപ്നം കണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ. ആ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമായത് പൃഥ്വിരാജുമായിട്ടുള്ള എന്റെ സൗഹൃദം തുടങ്ങുന്ന കാലം മുതൽ ഞാൻ ആ സ്വപ്നത്തിലേക്ക് കൂടുതൽ ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആദ്യ സിനിമയിൽ ശ്രമിച്ചു. പക്ഷെ ആ ശ്രമങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ എത്തുന്ന ഒരു സിനിമയിലേക്ക് വീണ്ടും യാത്ര ചെയ്യണമെന്ന് ചിന്തിച്ചാണ് ശരിക്കും എന്നേക്കാൾ അതുപോലെ ഒരു സ്വപ്നം ഞാൻ മനസ്സിലാക്കുന്നു രാജുവിനുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ഞാൻ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ശരിക്കും പൃഥ്വിരാജന് എന്താണോ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ അതിന്റെ കൂടെ നിൽക്കുകയല്ലാതെ ഞാൻ തിരിച്ച് ഒരു രീതിയിലും ഞാൻ മാറി നിൽക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ എന്റെ സ്വപ്നങ്ങളെ നിറവേറ്റിത്തരാൻ എനിക്ക് മോഹൻലാൽ സാറും ഞാനുമായിട്ട് എന്റെ മനസ്സിൽ ലാൽ സാറിനെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നിറവേറ്റിത്തരാൻ എനിക്ക് രാജു തന്ന ആ സൗഹൃദത്തിൽ നിന്നുണ്ടായ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇപ്പോ ലോകമെമ്പാടും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പോലെയാണ്, നമ്മൾ ഇതിക്ക് മുൻകാലങ്ങളിൽ കാണാത്ത പോലെയാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന് സ്വീകാര്യത റിലീസിന് മുൻപ് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം എന്റെ സ്വപ്നം സഫലമാക്കി തരും നാളെ എന്ന ദിവസം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഇപ്പോ ഗോപാലൻ സാർ എനിക്കൊരു സങ്കടം എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാനൊന്ന് സംസാരിച്ചപ്പോൾ തന്നെ വന്ന് എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനുള്ളിലായിരിക്കാം എനിക്ക് എന്റെ സങ്കടങ്ങൾക്ക് അതായത് എന്നെ മുമ്പോട്ട് യാത്ര ചെയ്യാൻ ഒരു പ്രചോദനമായി എന്റെ ബാക്കിലൂടെ വന്നു. അത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ഞാൻ ഈ സമയം കൃഷ്ണമൂർത്തിയെ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു, അതിയായ സ്നേഹത്തോടെ എന്റെ ഒരു സ്നേഹം അറിയിക്കുന്നു. മോഹൻലാൽ സാർ എന്താ പറയേണ്ടതെന്ന് എപ്പോഴും എനിക്ക് ലാൽ സാറിന്റെ പേര് പറയുമ്പോൾ എന്ത് തുടർന്ന് പറയണമെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു നിമിഷം എനിക്കുണ്ടാവും. എന്റെ യാത്രയിൽ ഞാൻ അതായത് ശരിക്കും ഞാൻ രാജുവിനെ ചേർത്ത് പറയുന്നു, ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായി കൂടെ ചേർന്ന് നിൽക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നു. അതിൽ മോഹൻലാൽ സാറാണ് ഉള്ളത് എന്നുള്ളത് എന്നെ അതിയായ സ്നേഹിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 3 പേരും യാത്ര ചെയ്തിവിടെ വന്നിരിക്കുന്നത്. ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ടോബി എല്ലാവരെയും, മഞ്ജു എല്ലാവരെയും, ഇന്ദ്രജിത്ത്, ഞാൻ എല്ലാവരെയും ഓർക്കുന്നു. ഇവിടെ വരാത്തവരെയും ഓർക്കുന്നു. എല്ലാവരോടും എന്റെ സ്നേഹം അറിയിക്കുന്നു. കാരണം 2 വർഷത്തെ അധ്വാനമാണ്. 2 വർഷം രാജു മുന്നിൽ പോവുകയും തൊട്ട് ചേർന്ന് നിന്ന് നമ്മൾ പുറകിൽ പോവുകയും അദ്ദേഹത്തിന് വേണ്ട എല്ലാം ഹാപ്പിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലാൽ സാർ, ദൈവം നാളെ എന്റെ സ്വപ്നങ്ങൾ നടത്തിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, എല്ലാവരോടും നന്ദി. താങ്ക് യു.